ബ്രിങ് ഔട്ട് ദിയർ ബെസ്റ്റ്. ഈ ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒന്നോ ഒന്നിൽ കൂടുതലോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും അത് വളർത്തിയെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ ശോഭിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെയും കഴിവുകളും നമുക്ക് കണ്ടെത്താനും വളർത്തിയെടുക്കാനും സാധിക്കുമെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന് തന്നെ നല്ല രീതിയിൽ വളരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സത്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാലിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഒരു 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ലുക്ക് ഫോർ ഐഡിയാസ് എവരിവെയർ. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുന്നോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ആ സ്ഥാപനത്തിലെ ചിന്തകന്മാരിൽ നിന്നും മാത്രമല്ല ആ സ്ഥാപനത്തിലെ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊണ്ടുവരാനായിട്ട്. ഒരുപക്ഷെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും നല്ല നല്ല ഐഡിയാസ് വരുന്നതായിട്ട് നമുക്ക് ഒരുപക്ഷെ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ലോകത്ത് ശോഭിച്ചിട്ടുള്ള വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിലും ഉള്ള വലിയൊരു സത്യമാണിത്. അവരുടെ പല ഐഡിയാസും വന്നിട്ടുള്ളത് അവിടുത്തെ വളരെ ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന ഗ്രേഡിൽ ജോലി ചെയ്തിട്ടുള്ള പല വ്യക്തികളിൽ നിന്നുമാണ് ഇങ്ങനത്തെ വലിയ വലിയ ഐഡിയാസ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും അതൊരു വലിയൊരു അവസരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം ഇതിനു മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻകറേജ് ഓപ്പൺനെസ്. അതായത് നമ്മളോട് ആളുകൾക്ക് തുറന്ന് എന്ത് കാര്യം ചർച്ച ചെയ്യാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു പ്രസ്ഥാനത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയന്ന് തന്നെ പല ആളുകളും പല കാര്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മളോട് തുറന്ന് പറയില്ല. അപ്പം നമുക്ക് സമയത്തിന് അത് മനസ്സിലാക്കാനും അത് തടയാനുമായിട്ടും സാധിക്കില്ല എന്നുള്ളതും ഒരു സത്യമാണ്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചലഞ്ച് പീപ്പിൾ ടു ഗെറ്റ് ബെറ്റർ. അപ്പം നാളുകളിലുള്ള കഴിവ് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അവരെ ചലഞ്ച് ചെയ്യണം. ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ദേഷ്യം പിടിപ്പിച്ച് ചെയ്യിക്കുക എന്നുള്ളതല്ല, അത് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ പല ആളുകളുടെയും പല കഴിവുകളും പുറത്തു വന്നത് ഒരു എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും. സമയം കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ എങ്കിലും നമ്മളൊരു അവസരം അവർക്ക് കൊടുക്കണം. ചിന്തിക്കാൻ മാത്രമല്ല ആ പ്രവൃത്തിയിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ നല്ല രീതിയിൽ ശോഭിക്കുകയും ചെയ്യും. അപ്പം ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ പ്രസ്ഥാനമാണെങ്കിലും ഒരു കുടുംബം തന്നെ ആണെങ്കിൽ പോലും ആ വ്യക്തികളുടെ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തിയെടുക്കാനും അത് പ്രയോജനപ്പെടാനും അല്ലെങ്കിൽ അതിനെ എംപ്ലോയ് ചെയ്യാനുമായിട്ടുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ചെറിയൊരു പ്രസ്ഥാനവും ലോകത്ത് വലിയ വലിയ എന്താ പറയുന്നത് നേട്ടങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന